ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഏതാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. അപ്പം കേരളത്തിലെ പ്രധാനമായിട്ട് 3 നദികൾ എന്തു ചെയ്യുന്നു? കിഴക്കോട്ടൊഴുകുന്നു. അപ്പൊ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. പമ്പയല്ല, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. ദീസ് റിവേഴ്സ് ആർ ദ ഈസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ് ഓഫ് കേരള. ഈസ്റ്റ് ഫ്ലോവിംഗ് റിവേഴ്സ് ഓഫ് കേരള. അപ്പൊ നമ്മൾ ഈ കബനിയെ കുറിച്ച് പറയണം. കബനി നദി. കബനിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്, കബനി നദി. ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് കേരള. ആൻസർ റിവർ കബനി അല്ലെങ്കിൽ കബനിയാണ്. ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് കേരള. ആൻസർ കബനിയാണ്. അതുപോലെ കബനിയുടെ ഉത്ഭവം എവിടുന്ന? കബനി ഉത്ഭവിക്കുന്നത് വയനാട്ടിലെ തൊണ്ടാർമുടി. കേട്ടോ, കബനി ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം തൊണ്ടാർമുടി. തൊണ്ടാർമുടിയിൽ നിന്നുമാണ് കബനി ഉത്ഭവിക്കുന്നത്. കബനിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ബാണാസുര സാഗർ അണക്കെട്ട് എവിടെയാണ്? കബനി നദി. ബാണാസുര സാഗർ അണക്കെട്ട് കബനി നദിയിലാണ്. ബാണാസുർ സാഗർ ഡാം, കബനി റിവർ. വിച്ച് ഡിസ്ട്രിക്റ്റ് എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയാണ്? വയനാട്. ബാണാസുർ സാഗർ അണക്കെട്ട് വയനാട്ടിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കുറുവാദ്വീപ് എവിടെയാണ്? കബനി നദി. കുറുവാദ്വീപ് കബനി നദിയാണ്, വയനാട്. കുറുവാദ്വീപ് കബനി നദി, വയനാട്. കുറുവ ഐലൻഡ് അറ്റ് കബനി റിവർ. അല്ലെങ്കിൽ കുറുവാദ്വീപ് എവിടെയാണ്? വയനാട്ടിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ കബനി എവിടെ പതിക്കുന്നു? കബനി ഫാൾസ് ഇൻടു റിവർ കാവേരി. കബനി ഫാൾസ് ഇൻടു റിവർ കാവേരി. കബനി പതിക്കുന്ന എവിടെയാണ്? കാവേരിയിലാണ്. അതുപോലെ തന്നെ കബനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കബനി ആരുടെ പോഷകനദിയാണ്? കബനി ആരുടെ പോഷകനദിയാണ്? കബനി കാവേരിയുടെ പോഷകനദിയാണ്. കബനി ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് റിവർ കാവേരി. കബനി ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് റിവർ കാവേരി. നമ്മൾ കബനിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഭവാനിയെ കുറിച്ച് പറയുകയാണ്. ഭവാനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സെക്കൻഡ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് സെക്കൻഡ് ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് കേരള. സെക്കൻഡ് ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് കേരള ഏതാണ്? ഭവാനിയാണ്. അപ്പൊ ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് കേരള ഏതാണ്? കബനിയാണ്. ലോങ്സ്റ്റ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് കേരള. ആൻസർ കബനി. സെക്കൻഡ് ഈസ്റ്റ് ഫ്ലോവിംഗ് റിവർ ഓഫ് കേരള. ആൻസർ എന്താണ്? ഭവാനി. അതാണ് ഭവാനിയാണ്. ഭവാനിയെ കുറിച്ച് പറയാം. ശിരുവാണി അണക്കെട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഭവാനി നദി. ശിരുവാണി അണക്കെട്ട് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂർ. അതുപോലെ ഭവാനി എവിടെ പതിക്കുന്നു? ഭവാനി ഫാൾസ് ഇൻടു റിവർ കാവേരി. ഭവാനി ഫാൾസ് ഇൻടു റിവർ കാവേരി. ഭവാനി ഇസ് ദ ട്രിബ്യൂട്ടറി ഓഫ് റിവർ കാവേരി. കാവേരിയുടെ മറ്റൊരു പോഷകനദിയാണ് ഇത്, ഭവാനി. അതുപോലെ നമ്മൾ ഇനി പറയുന്നത് പാമ്പാറിനെ കുറിച്ച് പറയുകയാണ്. പാമ്പാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ വെച്ച് ഏറ്റവും നീളം കുറഞ്ഞ നദിയാണിത്, പാമ്പാർ. ഏതാണ്ട് 25 കിലോമീറ്റർ ആണ് പാമ്പാറിന്റെ നീളം. ലെങ്ത് ഓഫ് പാമ്പാർ. ആൻസർ 25 കിലോമീറ്റർ ആണ്. ലെങ്ത് ഓഫ് പാമ്പാർ. ആൻസർ എന്താണ്? 25 കിലോമീറ്റർ ആണ്. പാമ്പാറിനെ കുറിച്ച് പറയുമ്പോൾ പാമ്പാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? പാമ്പാർ ഒരു പേരിൽ അറിയപ്പെടുന്നു, തലയാർ എന്നറിയപ്പെടുന്നു. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. തലയാർ. പാമ്പാർ ഈസ് നോൺ ആസ് തലയാർ. പാമ്പാർ ഈസ് നോൺ ആസ് തലയാർ. അതുപോലെ തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ്. ജില്ല ഇടുക്കിയാണ്. തൂവാനം വാട്ടർഫാൾ. തൂവാനം വാട്ടർഫാൾ അറ്റ് റിവർ പാമ്പാർ. റിവർ പാമ്പാർ. തൂവാനം വാട്ടർഫാൾ ലൊക്കേറ്റഡ് അറ്റ് ഇടുക്കി ഡിസ്ട്രിക്ട്. തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ പാമ്പാർ ഇസ് ദ ട്രിബ്യൂട്ടറി ഓഫ് റിവർ കാവേരി. കാവേരിയുടെ പോഷക നദിയാണ് ഇത്, പാമ്പാർ. പാമ്പാർ എവിടെ പതിക്കുന്നു? പാമ്പാർ ഫാൾസ് ഇൻടു ബേ ഓഫ് ബംഗാൾ. സോറി, ബേ ഓഫ് ബംഗാൾ അല്ല, പാമ്പാർ ഫാൾസ് ഇൻടു റിവർ കാവേരി. പറയുമ്പോൾ തെറ്റിപ്പോയതാണ്. ബംഗാൾ ഉൾക്കടലല്ല. പാമ്പാർ എവിടെ പതിക്കുന്നു? കാവേരിയിലാണ് പതിക്കുന്നത്. ഓർമ്മിച്ചോളുക. നമ്മുടെ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്?
ചിനാബ് പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏതാണ്? ചിനാബ് പാലമാണ്. അതായത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈഫൽ ടവറിനേക്കാളും ഉയരം എന്തിനുണ്ട്? ചിനാബ് പാലത്തിനുണ്ട്. ചിനാബ് റെയിൽവേ പാലം ഇന്ന് ആർക്ക് സ്വന്തമാണ്? ഇന്ത്യക്ക് സ്വന്തമാണ്. ഇന്ത്യയുടെ പാലമാണ് കേട്ടോ. ഇന്ത്യയിലാണ് ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ചിനാബ് നദിക്ക് കുറുകെയാണ് ചിനാബ് പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ആർക്കും വീഡിയോ കാണാവുന്നതാണ്, കേട്ടു പഠിക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ തുടർച്ചയായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുകയുള്ളൂ. കാരണം ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ തുടർച്ചയായിട്ട് കാണുക. കാണുന്നവർ കാണുക. വ്യക്തിയെ നിർബന്ധിക്കുകയല്ല. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക.